ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും NMMSന്റെ ജോഗ്രഫി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ NMMS പരീക്ഷയിൽ ചോദിച്ച ജോഗ്രഫിയിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യ ക്വസ്റ്റ്യൻ, അക്ഷാംശ രേഖകളുടെ മൂല്യം കൂടി വരുന്നത്, അഥവാ ദ വാല്യൂ ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് ഇൻക്രീസ് ഫ്രം. 4 ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. ഇരു ധ്രുവങ്ങളിൽ നിന്നും മധ്യരേഖയിലേക്ക്, മധ്യരേഖയിൽ നിന്നും ഇരു ധ്രുവങ്ങളിലേക്ക്, ദക്ഷിണ ധ്രുവത്തിൽ നിന്ന് ഉത്തര ധ്രുവത്തിലേക്ക്, ഉത്തര ധ്രുവത്തിൽ നിന്ന് ദക്ഷിണ ധ്രുവത്തിലേക്ക്, ബോത്ത് ദ പോൾസ് ടുവാർഡ്സ് ദ ഇക്വേറ്റർ ടുവാർഡ്സ് ദ പോൾസ്, സൗത്ത് പോൾസ് ടു നോർത്ത് പോൾ, നോർത്ത് പോൾ ടു സൗത്ത് പോൾ. നമുക്ക് എല്ലാവർക്കും അറിയാം, അക്ഷാംശ രേഖകൾ എന്നാൽ ഭൂമിയിൽ ഭൂമധ്യരേഖക്ക് സമാന്തരമായി അഥവാ ഇക്വേറ്ററിന് പാരലായി വരച്ചിരിക്കുന്ന സർക്കിളുകളാണ്. ഈ സർക്കിളുകൾ ഏറ്റവും ലെങ്തി ആയ സർക്കിൾ എന്ന് പറയുന്നത് ഭൂമധ്യരേഖയിൽ വരച്ച സർക്കിളാണ്, അഥവാ ഭൂമധ്യരേഖയിലൂടെ പോകുന്ന സർക്കിളാണ് ഏറ്റവും വലിയ അക്ഷാംശ രേഖ അഥവാ ലാറ്റിറ്റ്യൂഡ്. ഈ ലാറ്റിറ്റ്യൂഡിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് 0 ഡിഗ്രിയാണ്. തുടർന്ന് വടക്കോട്ട് അഥവാ നമ്മുടെ നോർത്തിലേക്ക് പോകുന്നതിനനുസരിച്ച് ലാറ്റിറ്റ്യൂഡുകളുടെ വാല്യൂ അഥവാ മൂല്യം കുറഞ്ഞു വരും. അതേസമയം അതിൻ്റെ ലെങ്ത്ത്, ലാറ്റിറ്റ്യൂഡുകൾ ഡിഗ്രി കൂടി വരികയും അതിൻ്റെ ലെങ്ത്ത് കുറഞ്ഞു വരികയും ചെയ്യും. അതുപോലെ തന്നെ സൗത്തിലേക്ക്, സദേൺ ഹെമിസ്ഫിയറിലേക്ക് പോകുമ്പോഴും അഥവാ ഭൂമിയുടെ തെക്ക് ഭാഗത്തേക്ക് പോകുമ്പോഴും ലാറ്റിറ്റ്യൂഡുകളുടെ അക്ഷാംശ രേഖകളുടെ മൂല്യം കൂടി വരികയും അതിൻ്റെ ലെങ്ത്ത് കുറഞ്ഞു വരികയും ചെയ്യും. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് ഇരു ധ്രുവങ്ങളിൽ നിന്നും മധ്യരേഖയിലേക്ക് നീങ്ങുമ്പോഴാണ് അക്ഷാംശ രേഖകളുടെ മൂല്യം കൂടി വരുന്നത് എന്നാണ് ആദ്യത്തെ ഓപ്ഷൻ, അഥവാ ബോത്ത് ദ പോൾസ് ടുവാർഡ്സ് ദ ഇക്വേറ്റർ. രണ്ടാമത്തെ ഓപ്ഷൻ, മധ്യരേഖയിൽ നിന്നും ഇരു ധ്രുവങ്ങളിലേക്ക് പോകുമ്പോഴാണ് അക്ഷാംശ രേഖകളുടെ മൂല്യം. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ ചോദിച്ച കാര്യം മൂല്യം എന്നാണ്, അല്ല ലെങ്ത് എന്നല്ല ചോദിച്ചിരിക്കുന്നത്, അഥവാ വാല്യൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലെങ്ത് എന്ന് പറയുമ്പോൾ ആ സർക്കിളിന്റെ നീളവും, വാല്യൂ എന്ന് പറയുമ്പോൾ അതിന്റെ ഡിഗ്രിയുമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഞാൻ വരച്ച ചിത്രത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇക്വേറ്ററിന് 0യും ഇക്വേറ്ററിൽ നിന്ന് നോർത്തിലേക്കും സൗത്തിലേക്കും പോകുന്നതിനനുസരിച്ച് ഇതിന്റെ വാല്യൂ കൂടി വരുന്നതായിട്ടും കാണാം. ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് 30, 60, 90, അതേപോലെ 1, 30, 60, 90 ഇത്തരത്തിൽ ഭൂമധ്യരേഖയിൽ നിന്നും അഥവാ ഇക്വേറ്ററിൽ നിന്നും ഇരു ധ്രുവങ്ങളിലേക്കും പോകുന്നതിനനുസരിച്ച് അക്ഷാംശ രേഖകളുടെ വാല്യൂ അഥവാ അതിൻ്റെ മൂല്യം കൂടി വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ ഇതിൻ്റെ ഉത്തരമായി വരുന്നത് മധ്യരേഖയിൽ നിന്നും ഇരു ധ്രുവങ്ങളിലേക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്, അഥവാ ദ ഇക്വേറ്റർ ടുവാർഡ്സ് ദ ബോത്ത് ദ പോൾസ് എന്ന് പറയുന്ന ആൻസർ ആണ് ഇതിൽ ശരിയായ ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. വിഭവ സംരക്ഷണത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം അഥവാ ദ ബേസിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് റിസോഴ്സ് കൺസർവേഷൻ. റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. നമ്മുടെ ലോകത്ത് മനുഷ്യർക്കായി ഭൂമി ഒരുക്കി വെച്ച നമുക്ക് ഉപയോഗിക്കാൻ ആവശ്യമായ വിഭവങ്ങളെയാണ് റിസോഴ്സ് എന്ന് പറയുന്നത്. ധാരാളം റിസോഴ്സുകൾ ലോകത്തുണ്ട്. അതിൽ ചില റിസോഴ്സുകൾ നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്നതും എന്നാൽ തീരാത്തതുമായിരിക്കും. എന്നാൽ ചില റിസോഴ്സുകൾ നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ഡെപ്പോസിറ്റ് ഭൂമിയിൽ കുറഞ്ഞു വരികയും ചെയ്യും. ഇത്തരത്തിൽ എപ്പോഴെടുത്താലും നമുക്ക് തീരാത്ത റിസോഴ്സുകളെ നമുക്ക് എന്ത് പറയാം? റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറയാം. എന്നാൽ അതേസമയം നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്ന റിസോഴ്സുകളെ നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്നും പറയാം. ഉദാഹരണമായി ഭൂമിയുടെ അടിയിൽ പെട്രോളിയം എന്ന് പറയുന്ന ഒരു റിസോഴ്സ്, ഒരു വിഭവമുണ്ട്, ഒരു മിനറൽ ഉണ്ട്. അത് എടുക്കുന്നതിനനുസരിച്ച് അതിൻ്റെ നിക്ഷേപം, ഡെപ്പോസിറ്റ് ഭൂമിയിൽ തീർന്നുകൊണ്ടിരിക്കും. കാരണം പെട്രോളിയം ഒരു ഫോസിൽ ഫ്യൂവലാണ്. ഫോസിൽ ഫ്യൂവൽ ഉണ്ടാവണമെങ്കിൽ ധാരാളം വർഷങ്ങളുടെ പ്രോസസ്സിലൂടെ മാത്രമേ ഒരു തുള്ളി ഫോസിൽ ഫ്യൂവൽ ഉണ്ടാവണമെങ്കിൽ വർഷങ്ങൾ എടുക്കും. അപ്പോൾ അത് എടുക്കുന്നതിനനുസരിച്ച് അത് തീർന്നു പോവുകയും ചെയ്യും. ഇവിടുത്തെ ചോദ്യം, ഇത്തരത്തിൽ ഈ നമ്മുടെ ലോകത്തുള്ള വിഭവങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ അഥവാ റിസോഴ്സുകൾ കൺസർവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ചോദ്യം. ചോദ്യത്തിലെ ഓപ്ഷൻസ് നമ്മൾ വായിച്ചു നോക്കാം. പുനഃസ്ഥാപിക്കപ്പെടാത്ത വിഭവങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക, ടു പ്രൊമോട്ട് ദ യൂസ് ഓഫ് നോൺ റിന്യൂവബിൾ റിസോഴ്സ്. അത് തെറ്റാണെന്ന് മനസ്സിലാവും. കാരണം പുനഃസ്ഥാപിക്കപ്പെടാത്ത വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ എടുത്താൽ തീരുന്ന വിഭവങ്ങളാണ്. എടുത്താൽ തീരുന്ന വിഭവങ്ങൾ നമ്മൾ ധാരാളമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന തലമുറയ്ക്ക് അത് ഉപയോഗിക്കാനുണ്ടാവില്ല. അപ്പോൾ അത് പ്രോത്സാഹിക്കപ്പെടാൻ പാടില്ലാത്ത കാര്യമാണ്.
അതായത് അതിനെ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ ചോദ്യത്തിൽ ഈ ഒരു ഓപ്ഷൻ തെറ്റായിട്ടുള്ളതാണ് നമുക്ക് മനസ്സിലാവും. രണ്ടാമത്തത് വിവേകപൂർവവും നീതിയുക്തവുമായ വിഭവ ഉപയോഗം. ഇത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ചോദ്യത്തിന് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരമായി വരുന്നത് ഈ സെക്കൻഡ് ഓപ്ഷൻ, അഥവാ വൈസ് ആൻഡ് ജുഡീഷ്യസ് യൂസ് ഓഫ് ഓൾ റിസോഴ്സ്. കാരണം നമുക്കറിയാം അടുത്ത തലമുറക്കും കൂടി വിഭവങ്ങൾ ബാക്കി വെച്ചിട്ടായിരിക്കണം നമ്മൾ ഇപ്പോൾ വിഭവങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള വിഭവങ്ങൾ നമ്മൾ വളരെ ബുദ്ധിപൂർവകവും അത് നമ്മൾ അമിതമായി ദൂർത്തടിക്കാതെയും ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ അതിപ്പോഴും നിലനിൽക്കുകയുള്ളൂ, വരും തലമുറക്കും അതിൻ്റെ ഉപയോഗം നടത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസറായി വരുന്നത് രണ്ടാമത്തെ ഈ ഓപ്ഷനാണ്, വിവേകപൂർവവും നീതിയുക്തവുമായ വിഭവ ഉപയോഗം, അഥവാ വൈസ് ആൻഡ് ജുഡീഷ്യസ് യൂസ് ഓഫ് ഓൾ റിസോഴ്സസ്. അപ്പോൾ നമുക്ക് ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അന്തരീക്ഷ മർദ്ദം അളക്കുന്ന ഏകകം. ഏകകം എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ദ യൂണിറ്റ് ഓഫ് റെക്കോർഡിംഗ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. യൂണിറ്റ് എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ചോദ്യം തന്നെ ചിലപ്പോൾ അതിൻ്റെ ഉപകരണം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ യൂണിറ്റ് ഏതാണെന്നാണ്. അന്തരീക്ഷ മർദ്ദമാണ്, അഥവാ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ അളക്കുന്ന ഉപകരണം എ ഓപ്ഷൻ ഫാരൻഹീറ്റ്, ബി സെൽഷ്യസ്, സി ഇഞ്ച്, ഡി ഹെക്ടോപാസ്കൽ. ഇതിൽ നമ്മുടെ ആൻസറായി വരുന്നത് അന്തരീക്ഷ മർദ്ദം അളക്കുന്ന ഉപകരണം എന്ന് ചോദിക്കുന്നത് ഡി ഹെക്ടോപാസ്കലാണ്. ഹെക്ടോപാസ്കലാണ് അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് അഥവാ ഏകകം. വേറൊരു ഏകകം കൂടിയുണ്ട്, യൂണിറ്റും കൂടിയുണ്ട് അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നത്. അത് മില്ലി ബാറാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും മില്ലി ബാർ. ഇനി നമ്മുടെ ചോദ്യത്തിലുള്ള മറ്റുള്ള ഓപ്ഷൻസുകളൊന്ന് ശ്രദ്ധിക്കാം. ഫാരൻഹീറ്റ് എന്തളക്കുന്നതാണ്? ഫാരൻഹീറ്റ് അന്തരീക്ഷ താപനില അഥവാ ടെമ്പറേച്ചർ അളക്കുന്ന യൂണിറ്റാണ്. ഫാരൻഹീറ്റ്. ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നതും അന്തരീക്ഷ താപനില അഥവാ അന്തരീക്ഷത്തിലെ ടെമ്പറേച്ചർ അളക്കുന്ന യൂണിറ്റാണ്. ഇഞ്ച് എല്ലാവർക്കും അറിയുന്ന യൂണിറ്റാണ്. ലെങ്ത് അഥവാ നമ്മുടെ നീളം ദൂരം ഒക്കെ അളക്കുന്ന യൂണിറ്റാണ് ഇഞ്ച് എന്ന് പറയും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഉപകരണങ്ങളും ചോദിക്കാം. ഈ നമ്മുടെ ഓരോ ഏകകങ്ങളുടെ അളക്കാൻ ഉപയോഗിക്കുന്ന അതിലെ ഉപകരണങ്ങളുടെ പേര് ചോദിക്കാറുണ്ട്. നമുക്കറിയാം അന്തരീക്ഷത്തിലെ താപനില അളക്കുന്ന ഉപകരണത്തിൻ്റെ പേര് തെർമോമീറ്റർ എന്നാണ്. ഫാരൻഹീറ്റ് താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേര് തെർമോമീറ്റർ. അതുപോലെ തന്നെ അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബാരോമീറ്റർ ആണ്. അതുപോലെ അന്തരീക്ഷത്തിലെ ആർദ്രത അഥവാ ഹ്യൂമിഡിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേര് ഹൈഗ്രോമീറ്റർ എന്നാണ്. അന്തരീക്ഷത്തിലെ ആർദ്രത അഥവാ അന്തരീക്ഷത്തിലുള്ള വാട്ടർ കണ്ടന്റ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേര് ഹൈഗ്രോമീറ്റർ എന്നാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ച ശേഷം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നദികളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. NMMS പരീക്ഷയിൽ ജോഗ്രഫി ഭാഗത്തുനിന്ന് അധികമായി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ ഒന്നാണ് നദികളുമായി ബന്ധപ്പെട്ടത്. നമുക്കറിയാം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദികൾ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ഇന്ത്യയുടെ ഹിമാലയ ഭാഗത്ത് ഒഴുകുന്ന നദികൾ, അവയെ നമുക്ക് ഹിമാലയ നദികൾ അഥവാ ഹിമാലയൻ റിവേഴ്സ് എന്ന് വിളിക്കാം. അതുപോലെ തന്നെ ഇന്ത്യയുടെ താഴ്ഭാഗത്തേക്ക് വന്നാൽ പെനിൻസുലാർ ഇന്ത്യയിൽ ഒഴുകുന്ന നദികൾ, ഇന്ത്യയുടെ ഈ ഭാഗത്ത് ഒഴുകുന്ന നദികൾ. അതിൽ ആദ്യത്തെ നദി മഹാനദിയാണ്, ഒഡീഷയിലൂടെ ഒഴുകുന്ന മഹാനദി. ചോദ്യവും ശ്രദ്ധിക്കുക, ഒഡീഷയിലൂടെ ഒഴുകുന്ന പ്രധാന നദി ഏതാണ്? ദ മേജർ റിവർ ഫ്ലോയിങ് ത്രൂ ഒഡീഷ, അത് മഹാനദിയാണ്. അതിനുശേഷം ഗോദാവരി, പിന്നെ കൃഷ്ണ, പിന്നെ കാവേരി. ഈ നദികൾ, ഈ 4 നദികളും നിങ്ങൾ ശ്രദ്ധിക്കുക, ഇന്ത്യയുടെ ഈ ഭാഗത്ത് ബേ ഓഫ് ബംഗാൾ എന്ന് പറയുന്ന കടലാണ്. ഇവിടെ അറേബ്യൻ സീ. ഇതിൽ ഈ 4 നദികളും ഒഴുകിച്ചേരുന്നത് ബേ ഓഫ് ബംഗാളിലേക്കും. ഈ 4 നദികളെയും വിളിക്കുന്ന പേര്, 4 നദികൾ കൂടെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ലൂണി, നർമ്മദ, താപ്തി. ഈ മുഴുവൻ നദികളെയും വിളിക്കുന്ന പേര് പെനിൻസുലാർ റിവേഴ്സ് എന്നും, ഹിമാലയ ഭാഗത്ത് നിന്ന് ബേ ഓഫ് ബംഗാളിലേക്ക് ഒഴുകി വരുന്ന ബ്രഹ്മപുത്ര, ഗംഗ, ഈ 2 നദികളെയും പിന്നീട് പടിഞ്ഞാറോട്ട് പോകുന്ന സിന്ധു നദിയെയും ചേർത്ത് സിന്ധു നദി, ബ്രഹ്മപുത്ര, ഗംഗ, ഈ 3 നദികളെ ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേര് ഹിമാലയൻ നദികളും എന്നാണ്. അപ്പോൾ ഈ ഹിമാലയത്തിൽ നിന്ന് ഒഴുകി അറേബ്യൻ സീയിലേക്കും ബേ ഓഫ് ബംഗാളിലേക്കും ഒഴുകുന്ന നദികൾ ഹിമാലയൻ നദികളെന്നും, ഇന്ത്യയുടെ ഉപദ്വീപീയ മേഖലയിൽ നിന്ന് അഥവാ പെനിൻസുലാർ ഇന്ത്യയിൽ നിന്ന് ഒഴുകി ബേ ഓഫ് ബംഗാളിൽ ചാടുന്ന നദികളെ നമ്മൾ പെനിൻസുലാർ റിവേഴ്സ് എന്ന് വിളിക്കുന്നു. ഇവിടെ ചോദ്യം
ഒഡീഷയിലൂടെ ഒഴുകുന്ന പ്രധാന നദി ഏതാണെന്നാണ് ഓപ്ഷൻ. നിങ്ങൾ ശ്രദ്ധിക്കുക, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഇത്രയും നദികളാണ് ഓപ്ഷനിൽ തന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഒഡീഷയിലൂടെ ഒഴുകുന്ന പ്രധാന നദി എന്ന് പറയുന്നത് മഹാനദിയാണ്. മഹാനദിക്ക് താഴെ ഏറ്റവും നീളമേറിയ ഒരു നദിയുണ്ട്. പെനിൻസുലാർ നദികളിൽ ഏറ്റവും നീളമേറിയ നദിയാണ് ഗോദാവരി. ഗോദാവരിയെ അതുകൊണ്ട് തന്നെ വൃദ്ധഗംഗ എന്ന വിളിപ്പേരിൽ ഗോദാവരി അറിയപ്പെടുന്നു. ഈ ഗോദാവരിയെ നമ്മൾ വിളിക്കുന്ന പേര് വൃദ്ധഗംഗ, അല്ലെങ്കിൽ പെനിൻസുലാർ റിവേഴ്സിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി, ലോങ്സ്റ്റ് റിവർ ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ നമുക്ക് ഗംഗ എന്ന് പറയാം. ഗംഗയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. ഇനി ഇവയുടെ ഉത്ഭവ സ്ഥാനങ്ങൾ പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഈ മഹാനദി കാവേരി ഉത്ഭവിക്കുന്നത് കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ് കാവേരി ഉത്ഭവിക്കുന്നത്. കൃഷ്ണ ഉത്ഭവിക്കുന്നത് മഹാബലേശ്വരിൽ നിന്നാണ്. അതുപോലെ ഗോദാവരി ഉത്ഭവിക്കുന്നത് നാസിക് ഡിസ്ട്രിക്റ്റിൽ നിന്നുമാണ്. ഉത്ഭവ സ്ഥാനം പഠിച്ചു വെക്കുക. മഹാനദിയെ കുറിച്ച് ചോദിക്കുന്നത് ഒഡീഷയിലൂടെ ഒഴുകുന്ന പ്രധാന നദി എന്നാണ്. മഹാനദിയുമായി ബന്ധപ്പെട്ട വേറൊരു ചോദ്യം, ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന, സോറോ ഓഫ് ഒഡീഷ എന്നറിയപ്പെടുന്ന നദിയും മഹാനദിയാണ്. അപ്പൊ നദികളുമായി ബന്ധപ്പെട്ട് ഈ ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം ഇന്ത്യയുടെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇന്ത്യയിൽ വടക്ക് കിഴക്കൻ മൺസൂൺ അനുഭവപ്പെടുന്ന കാലയളവ്. ദ പീരിയഡ് ഓഫ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ ഇൻ ഇന്ത്യ. ഓപ്ഷൻസ് ഞാൻ വായിക്കാം. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ, മാർച്ച് മുതൽ മെയ് വരെ, ഒക്ടോബർ മുതൽ നവംബർ വരെ, ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ. ചോദ്യം ശ്രദ്ധിക്കുക, ഇന്ത്യയിൽ വടക്ക് കിഴക്കൻ മൺസൂൺ അഥവാ നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ മഴക്കാലം അഥവാ മൺസൂൺ സീസൺ രണ്ടെണ്ണമാണ്. നമ്മുടെ ഇന്ത്യയിൽ ഈ ഭാഗത്ത് വരുന്ന ഒരു മൺസൂണും ഇങ്ങനെ വരുന്ന ഒരു മൺസൂൺ. ഈ മൺസൂണിന്റെ പേര് ലഭിച്ചിരിക്കുന്നത് അത് വരുന്ന ദിശ നോക്കിയിട്ടാണ്. ഈ ദിശ എന്ന് പറയുന്നത് അഥവാ ഡയറക്ഷൻ എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് ഡയറക്ഷനാണ്. സൗത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ്. അപ്പോൾ ഈ മൺസൂണിന്റെ പേര് തെക്ക് പടിഞ്ഞാറാണ്. ഈ മൺസൂൺ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ജൂൺ മാസമാണ്. അപ്പോൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ജൂൺ മാസമാണ്. പക്ഷെ നമ്മുടെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ എന്നാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇങ്ങനെ വരുന്ന കാറ്റ് അത് കൊണ്ടുവരുന്ന മഴയാണ് വടക്ക് കിഴക്കൻ മൺസൂൺ. കാരണം ഇത് വരുന്നത് വടക്ക് കിഴക്കൻ ഭാഗത്തു നിന്നാണ്. അഥവാ വടക്ക് കിഴക്ക് എന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് നിന്ന്. അപ്പോൾ നോർത്ത് ഈസ്റ്റ്, വടക്ക് കിഴക്കിൽ നിന്ന് വരുന്ന കാറ്റ് ഇന്ത്യയുടെ കിഴക്കൻ തീരങ്ങളിലേക്ക് പ്രവേശിച്ച് അവിടെ മഴ നൽകുന്നതാണ് വടക്ക് കിഴക്കൻ മൺസൂൺ എന്ന് പറയുന്നത്. ഈ വടക്ക് കിഴക്കൻ മൺസൂൺ ഇന്ത്യയിൽ പ്രവേശിക്കുന്നത് ഒക്ടോബർ നവംബർ മാസത്തിലാണ്. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ, ഇന്ത്യയിൽ വടക്ക് കിഴക്കൻ മൺസൂൺ അനുഭവപ്പെടുന്ന കാലയളവ് എന്ന് പറയുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇത് മാച്ച് ദ ഫോളോവിങ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ കല്ലുകളുമായിട്ട് അഥവാ റോക്കുകളുമായിട്ട് ബന്ധപ്പെട്ട ഭൂമിയുടെ ഭൗമരഹസ്യങ്ങൾ തേടി ഭൂമിയുടെ ഉള്ളറകളിലേക്ക് നമ്മൾ ചെല്ലുന്ന 8ാം ക്ലാസ്സിലെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇതിൽ ആദ്യം കുറച്ച് കല്ലുകളുടെ പേരും പിന്നെ അത് ഏത് തരം കല്ലാണ് എന്നുമാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തെ കല്ല് ബസാൾട്ട്, ഏക്കോളം ബസാൾട്ട്. ഏക്കോളത്തിലെ രണ്ടാമത്തത് മാർബിൾ. അതുപോലെ മൂന്നാമത്തത് ലൈം സ്റ്റോൺ അഥവാ ചുണ്ണാമ്പ് കല്ല്. ബീകോളം കൊടുത്തിട്ടുള്ളത് കായാന്തരിത ശില, അവസാദ ശില, ആഗ്നേയശില എന്നീ 3 ഓപ്ഷനും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാച്ച് ദ ഫോളോ ചേരുംപടി ചേർക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാം ബസാൾട്ട് എന്ന് പറയുന്ന കല്ല് നമ്മുടെ ആഗ്നേയശിലക്കാണ് ഉദാഹരണം. കാരണം ആഗ്നേയശില എന്ന് പറഞ്ഞാൽ എന്താ, ഭൂമിയിൽ ആദ്യമായി രൂപം കൊള്ളുന്ന കല്ലുകളുടെ പേരാണ് ആഗ്നേയശില അഥവാ ഇഗ്നിയസ് റോക്സ് എന്ന് പറയുന്നത് ഭൂമിയുടെ അസ്തനോസ്ഫിയറിൽ നിന്ന് ലാവ പുറത്തേക്ക് വന്ന് തണുത്തുറഞ്ഞുണ്ടാവുന്ന കല്ലുകളെയാണ് ആഗ്നേയശിലകൾ അഥവാ ഇഗ്നിയസ് റോക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവക്ക് മറ്റൊരു പേരുണ്ട്, ഇവ പ്രൈമറി റോക്സ് അഥവാ പ്രാഥമിക ശില എന്നും അറിയപ്പെടുന്നുണ്ട്. പ്രാഥമിക ശിലകളിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന കല്ലിൻ്റെ രൂപമാണ് ബസാൾട്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഏക്കോളത്തിലെ രണ്ടാമത്തെ ഓപ്ഷൻ മാർബിൾ എന്നാണ്. മാർബിൾ രൂപപ്പെടുന്നത് എങ്ങനെയാണ്? മാർബിൾ രൂപപ്പെടുന്നത് കായാന്തരിത ശിലകളെയാണ് മാർബിളായി മാറുന്നത്. അഥവാ ആഗ്നേയശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ചുണ്ടാവുന്ന കായാന്തരിത ശിലകളാണ് മാർബിൾ എന്നറിയപ്പെടുന്നത്.
അടുത്ത ചോദ്യം, അടുത്ത ഓപ്ഷൻ ലൈം സ്റ്റോൺ ആണ്, അഥവാ ചുണ്ണാമ്പ് കല്ല്. ചുണ്ണാമ്പ് കല്ല് നമുക്ക് അവസാദ ശിലകളിൽ നിന്നാണ് ഉണ്ടാകുന്നത്, അഥവാ ചുണ്ണാമ്പ് കല്ലിന്റെ ഒരു രൂപമാണ് അവസാദ ശിലകളുടെ ഒരു രൂപമാണ് ചുണ്ണാമ്പ് കല്ല്, അഥവാ സെഡിമെന്ററി റോക്സിന്റെ ഒരു രൂപമാണ് ലൈം സ്റ്റോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ വരുന്നത് ബസാൾട്ട് ആഗ്നേയശിലകളെന്നും, മാർബിൾ കായാന്തരിത ശിലകളെന്നും, ചുണ്ണാമ്പ് കല്ല് അവസാദ ശിലകൾ എന്നും, അഥവാ ബസാൾട്ട് ഇഗ്നീഷ്യസ് റോക്സ്, മാർബിൾ മെറ്റമോർഫിക് റോക്ക്, ലൈം സ്റ്റോൺ സെഡിമെന്ററി റോക്സ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, നൽകിയിട്ടുള്ളവയിൽ നിന്നും സാംസ്കാരിക ഭൂപടം തിരിച്ചറിയുക. നമ്മൾ ഭൂപടങ്ങൾ പഠിച്ചപ്പോൾ നമ്മൾ 2 ഭൂപടങ്ങളുടെ വർഗീകരണങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, ക്ലാസിഫിക്കേഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് ഫിസിക്കൽ മാപ്സും രണ്ടാമത്തത് കൾച്ചറൽ മാപ്പും, അഥവാ സാംസ്കാരിക ഭൂപടങ്ങളും ഭൗതിക ഭൂപടങ്ങളും. സാംസ്കാരിക ഭൂപടങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ കാണിക്കുന്ന ഭൂപടങ്ങളെ നമുക്ക് സാംസ്കാരിക ഭൂപടങ്ങൾ എന്ന് വിളിക്കാം. അതേസമയം മനുഷ്യനിർമ്മിതമല്ലാത്ത പ്രകൃതിദത്തമായ സവിശേഷതകൾ കാണിക്കുന്ന ഭൂപടങ്ങളെ നമുക്ക് ഫിസിക്കൽ ഭൂപടങ്ങൾ അഥവാ ഭൗതിക ഭൂപടങ്ങൾ എന്ന് വിളിക്കാം. ഇതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഐഡന്റിഫൈ ദ കൾച്ചറൽ മാപ്പ് എന്നാണ്. കൾച്ചറൽ മാപ്പ് എന്ന് പറഞ്ഞാൽ സാംസ്കാരിക ഭൂപടം. സാംസ്കാരിക ഭൂപടം എന്ന് പറഞ്ഞാൽ മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ. മനുഷ്യനിർമ്മിതം, അതായത് മനുഷ്യന്മാർ ഭൂമുഖത്ത് ഉണ്ടാക്കിയ സവിശേഷതകൾ കാണിക്കുന്ന ഭൂപടങ്ങളെയാണ് സാംസ്കാരിക ഭൂപടം അഥവാ കൾച്ചറൽ മാപ്പ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മുടെ ഓപ്ഷൻസ് വായിച്ചു നോക്കുമ്പോൾ നാച്ചുറൽ വെജിറ്റേഷൻ മാപ്പ് അഥവാ നൈസർഗിക സസ്യജാല ഭൂപടം, ഇത് മനുഷ്യന്മാരുണ്ടാക്കിയ മനുഷ്യനിർമ്മിതി കാണിക്കുന്ന ഭൂപടങ്ങളാണോ? അല്ല. കാരണം നാച്ചുറൽ വെജിറ്റേഷനാണ്, ഭൂമിയിൽ സ്വാഭാവികമായി വളരുന്ന സസ്യങ്ങളെ കാണിക്കുന്ന മാപ്പ്, ഒരിക്കലും മനുഷ്യനിർമ്മിത മാപ്പല്ല. അടുത്തത് വെതർ മാപ്പ്. വെതർ മാപ്പ് എന്ന് പറയുന്നതും അഥവാ ദിനാവസ്ഥ ഭൂപടം, ഒരു ദിവസത്തിലെ കാലാവസ്ഥയെ കാണിക്കുന്ന അല്ലെങ്കിൽ അതിലെ വെതറിനെ കാണിക്കുന്ന മാപ്പ്. വെതർ എന്ന് പറയുന്നത് മനുഷ്യന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതും മനുഷ്യനിർമ്മിതമല്ലാത്തതുമായ കാര്യമാണ്. അപ്പോൾ ഒരിക്കലും കൾച്ചറൽ മാപ്പിൽ വെതർ മാപ്പ് പെടില്ല. അടുത്തത് റിലീഫ് മാപ്പ് എന്നാണ്, അഥവാ ഭൂപ്രകൃതി ഭൂപടം എന്നാണ്. ഭൂപ്രകൃതി ഭൂപടം, ഭൂപ്രകൃതിയും മനുഷ്യനിർമ്മിതമായ കാര്യങ്ങളല്ല, ഭൂമിയിൽ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളെ കാണിക്കുന്നതാണ് ഭൂപ്രകൃതി ഭൂപടം. അപ്പോൾ അതും കൾച്ചറൽ മാപ്പിൽ പെടില്ല. അവസാന ഓപ്ഷൻ ലാൻഡ് യൂസ് മാപ്പ് എന്നാണ്, അഥവാ ഭൂവിനിയോഗ ഭൂപടം. മനുഷ്യൻ ഭൂമിയിൽ വരുത്തിയ മാറ്റങ്ങൾ കാണിക്കുന്ന ഭൂപടം. അപ്പോൾ സ്വാഭാവികമായി മനുഷ്യൻ ചെയ്തു വെച്ച കാര്യങ്ങളായിരിക്കും അതുണ്ടാവുക. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ലാൻഡ് യൂസ് മാപ്പാണ്. ഇനിയും കുറച്ച് മാപ്പുകളുടെ പേരുകൾ ഞാൻ പറയാം. അത് നിങ്ങൾ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് ഏത് മാപ്പാണെന്ന് മനസ്സിലാവും. ഉദാഹരണമായി മിലിറ്ററി മാപ്പ് അഥവാ സൈനിക ഭൂപടം. സൈനിക ഭൂപടം എന്ന് പറയുന്നത് സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മനുഷ്യൻ ഉണ്ടാക്കുന്ന ഭൂപടങ്ങളാണ് സൈനിക ഭൂപടം. അപ്പോൾ മനുഷ്യനിർമ്മിതികളാണ് അതിൽ കാണിക്കുന്നത്. സ്വാഭാവികമായും അത് കൾച്ചറൽ മാപ്പ് അഥവാ സാംസ്കാരിക ഭൂപടത്തിൽ പെടുന്ന മാപ്പായിരിക്കും. പിന്നീട് അഗ്രികൾച്ചറൽ മാപ്പ് അഥവാ കാർഷിക ഭൂപടം. കൃഷി മനുഷ്യനുണ്ടാക്കുന്നതാണ് കൃഷി. നൈസർഗിക സസ്യജാലം നമ്മളിവിടെ കണ്ടത് സ്വാഭാവികമായി വളരുന്ന മരങ്ങളും ചെടികളുമാണ്. അതേസമയം കൃഷി എന്ന് പറയുന്നത് മനുഷ്യനുണ്ടാക്കുന്നതാണ്. അപ്പോൾ അഗ്രികൾച്ചറൽ മാപ്പ് അഥവാ കാർഷിക മാപ്പ് എന്ന് പറയുന്നത് സാംസ്കാരിക മാപ്പിൽ പെടുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഭൗമാന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ആനുപാതിക അളവ്. പ്രൊപ്പോർഷനേറ്റ് വോളിയം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ എർത്ത് അറ്റ്മോസ്ഫിയർ. ഇതാണ് ചോദ്യം. നിരവധി തവണ ആവർത്തിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ. ഇതിൽ ഓപ്ഷൻസ് ഞാൻ വായിക്കാം. 78.08, 20.95%, 0.93%, 0.03%. നമ്മൾ ചോദിച്ചിരിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ആദ്യത്തെ ഓപ്ഷൻ ശ്രദ്ധിക്കുക. 78.08 ഭൂമിയിൽ അറ്റ്മോസ്ഫിയറിൽ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള നൈട്രജൻ ആണ് 78.08 എന്ന് പറയുന്ന ആൻസറിൽ വരുന്നത്. അഥവാ നൈട്രജന്റെ അറ്റ്മോസ്ഫറിക് അളവാണ് 78.08 എന്ന് പറയുന്നത്. അപ്പോൾ ഇതല്ല ആൻസർ. അടുത്ത ഓപ്ഷൻ 20.95, 20.95. ഇത് ഓക്സിജന്റെ അറ്റ്മോസ്ഫിയറിലുള്ള പ്രൊപ്പോർഷനേറ്റ് വോള്യൂമാണ് 20.95 എന്ന് പറയും. അപ്പോൾ ആൻസർ ഇതുമല്ല. ഇത് 0.93 എന്നാണ്. 0.93 എന്ന് പറയുമ്പോൾ അറ്റ്മോസ്ഫിയറിലെ ആർഗന്റെ അളവാണ് 93 എന്ന് പറയുന്നത്. അവസാന ഓപ്ഷൻ 0.03. ഇതാണ് നമ്മുടെ ശരിയായ ആൻസർ. അഥവാ 0.03 എന്ന് പറയുന്ന അളവാണ്
കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഭൗമാന്തരീക്ഷത്തിലെ പ്രൊപ്പോർഷനേറ്റ് അളവ് വോള്യൂം എന്ന് പറയുന്നത് 0.03. ചിലതിൽ 0.037 എന്നും കാണാം. അതും ശരിയായ ആൻസറാണ്. ഇവിടെ 0.3ക്ക് ശേഷം 7 വന്നിട്ടില്ലാത്തത് കൊണ്ട് നമുക്കിതിനെ ആൻസറായി തിരഞ്ഞെടുക്കാവുന്നതാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകളിൽ ഒന്നും കൂടിയാണ് മാപ്പുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കൂ. 1 സെന്റിമീറ്റർ 5 കിലോമീറ്ററിനെ കാണിക്കുന്ന ഭൂപട തോതിന്റെ ഭിന്നക രീതി എന്നാണ് ചോദ്യം. റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ഫോർ ദ മാപ്പ് സ്കെയിൽ 1 cm to 5 കിലോമീറ്റർ. ചോദ്യം ശ്രദ്ധിക്കുക. റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ അഥവാ ഭിന്നക രീതി. മാപ്പ് സ്കെയിൽ അഥവാ മാപ്പിലെ തോത് നമുക്ക് 3 ആയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് സ്റ്റേറ്റ്മെന്റ് സ്കെയിൽ, രണ്ടാമത്തെ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ, മൂന്നാമത്തെ ലീനിയർ സ്കെയിൽ അഥവാ പ്രസ്താവന രീതി, ഭിന്നക രീതി, രേഖാരീതി. ഇതിൽ നമുക്ക് ഒരു പ്രസ്താവന രീതി തന്നിട്ടുണ്ട്. പ്രസ്താവന രീതി എന്താ അതിൽ തന്നിരിക്കുന്നത്? 1 സെന്റിമീറ്റർ 5 കിലോമീറ്റർ. ഒരു പ്രസ്താവന രീതി അഥവാ സ്റ്റേറ്റ്മെന്റ് മെത്തേഡാണ്. ഈ സ്റ്റേറ്റ്മെന്റ് സ്കെയിലിനെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടത് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷനിലേക്കാണ് അഥവാ ഭിന്നക രീതിയിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. നമുക്കെല്ലാവർക്കും അറിയാം, 1 കിലോമീറ്ററിന് തുല്യമായ സെന്റിമീറ്റർ എന്ന് പറയുന്നത് 1 lakh ആണ്. അഥവാ 1 cm എന്ന് പറഞ്ഞാൽ 1,00,000 സെന്റിമീറ്റർ ആണ് എന്ന് നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്. 1,00,000 സെന്റിമീറ്റർ. അതനുസരിച്ച് ഇവിടെ 5 കിലോമീറ്ററിന് തുല്യമായ സെന്റിമീറ്ററിന്റെ അളവ് എത്രയാണ് എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1,00,000 ആണെങ്കിൽ 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1,00,000 സെന്റിമീറ്റർ ആണെങ്കിൽ 5 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ലക്ഷം സെന്റിമീറ്റർ ആയിരിക്കുമെന്ന് നോക്കാം. അപ്പോൾ 1 സെന്റിമീറ്റർ 1 lakh സെന്റിമീറ്റർ ആണെങ്കിൽ 5 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 5 ലക്ഷം അഥവാ 5 lakh സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഇതിൽ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷനായി വരുന്ന ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 1:5 lakh. 1:5 lakh. 1 സെന്റിമീറ്റർ 5 കിലോമീറ്ററിനെ കാണിക്കുന്ന റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 1:5 lakh എന്നാണ് ശരിയായ ആൻസർ. അടുത്തത് ലിത്തോസ്ഫിയർ ഇൻക്ലൂഡ്സ്. ശിലാമണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഭൂമിയുടെ ഉള്ളറകളുമായി ഇന്റീരിയർ ഓഫ് എർത്ത് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നൊരു ചോദ്യമാണ്. അപ്പോൾ ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയറിൽ എന്തെല്ലാം ഉൾപ്പെടും? ഭൂവൽക്കവും ഉപരിമാൻഡിലും. വൻകര ഭൂവൽക്കം മാത്രം, ഭൂവൽക്കവും മാൻഡിലിന്റെ മുഴുവൻ ഭാഗവും. ലിത്തോസ്ഫിയർ ഇൻക്ലൂഡ്സ് ക്രസ്റ്റ് ആൻഡ് അപ്പർ മാൻഡിൽ, കോണ്ടിനെന്റൽ ക്രസ്റ്റ് ഓൺലി, ക്രസ്റ്റ് ആൻഡ് എൻറ്റയർ മാൻഡിൽ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഭൂമിയുടെ ഉള്ളറകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളിയാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. ക്രസ്റ്റിന്റെ തിക്നെസ് അഥവാ കട്ടി 40 കിലോമീറ്റർ ആണ്. ക്രസ്റ്റ് കഴിഞ്ഞാൽ കാണുന്ന അടുത്ത ഭാഗമാണ് അപ്പർ മാൻഡിലിന്റെ താഴെ ലോവർ മാൻഡിലിന്റെ താഴെ വരുന്നത് കോറാണ്. കോർ 2 ഭാഗമുണ്ട്, ഇന്നർ കോറും ഔട്ടർ കോറും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിത്തോസ്ഫിയറിൽ എന്തെല്ലാം ഉൾപ്പെടും? ലിത്തോസ്ഫിയറിൽ ഉൾപ്പെടുന്നത് ക്രസ്റ്റും അപ്പർ മാൻഡിലുമാണ്. അഥവാ ഭൂവൽക്കവും ഉപരിമാൻഡിലും ചേർന്ന ഭാഗത്തെയാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഓപ്ഷനിൽ ആൻസർ ഭൂവൽക്കവും ഉപരിമാൻഡിലും അഥവാ ക്രസ്റ്റ് ആൻഡ് അപ്പർ മാൻഡിൽ എന്നാണ് ശരിയായ ആൻസർ. അപ്പോൾ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യനുകളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ടറുകളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ, ഇനിയുള്ള ദിവസങ്ങൾ നന്നായി ഉപയോഗപ്പെടുത്തി NMMS പരീക്ഷയ്ക്ക് പഠിച്ച് ഉന്നത വിജയം കരസ്ഥമാക്കാൻ ഞാൻ നിങ്ങളെ ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.